ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ഫ്രണ്ടിലത്തെ ടയർ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോൾ അത് മാറിനേഴ്സും പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റണം. കമ്പനി ലൈനർ കിടക്കണേ, പക്ഷേ അതിൻ്റെ പരമാവധി ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കിയായിരുന്നു. എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്, പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ. അപ്പോൾ നേരെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ് കിടക്കണേ, പുതിയ ബെൽറ്റ് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ഈ വേരിയേറ്റർ ബോഡിക്കൊക്കെ തേയ്മാനമുണ്ട്. നമ്മുടെ ഉപയോഗം അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ലെൻഡെക്സൊക്കെ വർക്കിംഗ് ഓക്കെയാണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്ലഗൊക്കെ പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ അവസ്ഥയാണ്. ഫ്രണ്ട് ടയർ ഈ സൈഡ് ഫുള്ള് ചെത്തി തീർന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിനേഴ്സ് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ടയർ കൊണ്ട് ഉൾപ്പെടുത്തിയേക്കാം. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.90 ആ റേഞ്ച് വരെ ഉണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.5 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 8.5 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് വരാം. അപ്പോൾ സെൽഫ് അടിക്കുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വരാം കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ വർക്കിംഗ് ആണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചേക്കാം. പിന്നെ അതിൻ്റെ ഈ ഫ്രണ്ട് മൺകാടിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്, ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. എന്തായാലും വൈകുന്നേരത്തേക്ക് ആവുള്ളൂ, ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആവണതിനനുസരിച്ച് നേരത്തെ ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.